ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഒരു ടി വിയുടെ വോൾ യൂണിറ്റാണ്. ടി വി വോൾ യൂണിറ്റ് അതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ടൊരു ടി വി മേടിച്ചായിരുന്നു. പക്ഷേ ഇപ്പം അതിന് ഹോം തിയേറ്റർ വെക്കാനായിട്ടും ഒന്നും ഒരു വോൾ യൂണിറ്റ് ഇല്ലായിരുന്നു. അപ്പം പുതിയ ഒരെണ്ണം പണിയിപ്പിക്കാനായിട്ട് കുറേ എമൗണ്ട് ആവും. അതുകൊണ്ട് ഓൺലൈൻ ഇപ്പോൾ ആമസോണിൽ കണ്ടതാണ്. അപ്പം നമുക്ക് പറ്റുന്ന ഒരു ബജറ്റിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം അത് മേടിച്ചൊന്ന് ഫിക്സ് ചെയ്യുകയാണ്. അപ്പം ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അസംബിൾ ചെയ്യണം. അസംബിൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്ത് വോളിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇത് വോളിൽ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള സ്ക്രൂവും നട്ടും ബോൾട്ടും ഒക്കെയാണ്. ഓക്കെ, ഇതെൻ്റെ മെഷർമെൻ്റാണ്. ഡ്രിൽ ചെയ്യാനുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുന്നതിനുള്ളതിൻ്റെ എല്ലാ പിക്ചറും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് സ്റ്റെപ്സ്. ഇതനുസരിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഓരോ കട്ടിങ്ങിലും നമുക്ക് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈസിയാണ്, നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. എല്ലാവർക്കും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കത്തെ പാർട്ടീഷൻ. ഇതാണ് മെയിനായിട്ടുള്ള ബോർഡ്. ഇത് രണ്ടെണ്ണം മേലിനും താഴെയായിട്ടുള്ള 21 താഴെ. പിന്നെ ഇത് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് അസംബിൾ ചെയ്യണം. ഇവിടെ ഏത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഓരോന്നും കൊടുക്കുന്നതിൻ്റെ നമ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ ടി വി വെച്ചിരിക്കുന്നത്. ടി വി ഓൾറെഡി വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ താഴെ എൻ്റെ ഹോം തിയേറ്റർ സിസ്റ്റമൊക്കെ ഞാനിപ്പോൾ ഒരു സ്റ്റൂളിലാണ് വെച്ചിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ടൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു വോൾ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അസംബിൾ ചെയ്യണം. അപ്പം ഞാനപ്പോൾ അസംബിൾ ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അസംബിൾ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അസംബിൾ ചെയ്തതിന് ശേഷം ഒക്കെ ഇത് ഫൈനലായിട്ടുള്ള ഇതിങ്ങനെ ഇരിക്കും. ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് നമ്പർ 1 ആണ്. 1 ഇപ്പം ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടത്. ഇതാണ് ടോപ്പ് ഭാഗം. അപ്പം അത് അവിടെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതിപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിലവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡബിൾസ് ഫിക്സ് ചെയ്യണം, അതിന് മിനിഫിക്സും കൂടെ. ഇങ്ങനെ ഡബിൾസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതാണ് മിനിഫിക്സ് MFB 34. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ഫിക്സ് ചെയ്തിരുന്നു, സ്ക്രൂ എല്ലാം ഫിക്സ് ചെയ്തിരുന്നു. അടുത്തത് ഈ പാർട്ടീഷൻ ബോർഡാണ്. ഈ ബോർഡ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി അടുത്തത് ഫിക്സ് ചെയ്യേണ്ടത് 4, 5, 6, 7 ഞാൻ എടുത്തിട്ടുണ്ട്. 4, 5, 6, 7 ഇത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഈ 4ഉം 7 ഇച്ചിരി വലുതാണ്. അതായത് രണ്ട് സൈഡിൽ വരുന്നതാണ് 4ഉം 7ഉം. അത് നമ്മൾ സൈഡിലായിട്ട് വെക്കണം. ഈ സെൻറ്ററിലുള്ളതാണ് 5 and 6. ഓക്കെ, അത് ചെയ്യുമ്പം പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് ഈ സൈഡാണ് ഫ്രണ്ട് വരുന്നത്. ഒരു സൈഡിലേ ഉള്ളൂ, ഒരു സൈഡിലില്ല. അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആ സൈഡ് കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ ആ ഫ്രണ്ടിൽ നല്ല ലുക്ക് വരുമ്പോഴത്തേന് അത് കവർ ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇറക്കി വെക്കുക. അതിനുശേഷം ഇതുണ്ട്, ഈ സ്റ്റെപ്പ് 2-ൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ MFS 12 ഇത് വെച്ചിട്ട് ആ ഹോളിൽ ഈ ഹോൾ ഇറക്കി വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് 1 and 2 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മേളത്തെ നീളമുള്ള ബോർഡ് വെച്ചു, അതിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടീഷനും വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ താഴത്തെ ഭാഗം എടുത്ത് മേളിലെടുത്ത് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 3 and 4 ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മേലെ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇനി അത് സ്ക്രൂ ചെയ്യണം. 4th സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് സ്ക്രൂ ചെയ്യണം. അതിനോടുള്ള സ്ക്രൂ ആണിത്. അപ്പോൾ ഈ സ്ക്രൂ വെച്ചിട്ട് ഞാൻ 2, 4, 6, 8 സ്ക്രൂ വെച്ചിട്ട് അടിഭാഗം തന്നെ സ്ക്രൂ ചെയ്ത് വെക്കാൻ വേണ്ടി പോകണം. ഇതാണ് വോളിൽ ഫിക്സ് ചെയ്യുന്ന വലിയ സ്ക്രൂ. അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 4 ഇതായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വോൾ യൂണിറ്റ് എടുത്ത് ഫിക്സ് ചെയ്യണം. നമ്മളിവിടെ എല്ലാം സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ചെയ്തിരിക്കുന്നത്
ഇങ്ങനെ പുറത്ത് കാണാം. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റിക്കർ നമ്മൾ പൊളിച്ചൂടെ ഒട്ടിച്ചാൽ മതി. അതേ സെയിം കളറിലുള്ള സ്റ്റിക്കറാണ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ TV യൂണിറ്റ് വോളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വ്യൂ. ശരിക്കും ഇത് ഈ ഒരു പാർട്ട് ഇവിടെ ചേർന്നിരിക്കേണ്ടതാണ്. അപ്പോൾ ചേർന്നിരുന്നാലേ അതിൻ്റെ ലുക്ക് വരത്തുള്ളൂ. പക്ഷേ TV ഇച്ചിരി പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഇത് ഇച്ചിരി പൊക്കത്തിൽ വെച്ചിരിക്കുകയാണ്. TV കുറച്ചുകൂടെ താത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതും അതുപോലെ താത്ത് വെച്ച് അവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ വെച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, ലുക്കിന് വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ TVയുടെ വ്യൂയിങ് ആംഗിളും കറക്റ്റായിട്ട് ഇപ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിൽ വെച്ചിരിക്കുകയാണ്.